ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. നമ്മൾ ചെയ്യുന്നത് ഡെയിലി ഗൈഡൻസ് ആണ്. അതായത് നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അതിനുള്ളിലായിരിക്കും ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുക. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവർക്കും ഇത് ബാധകമാകുമെന്ന് ഞാൻ പറയുന്നില്ല. റെസനേറ്റ് ചെയ്യുന്നവർ താഴെ കമൻസിലൊന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ സമയത്ത് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് ആണ് ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടാവുക. ഓക്കെ, സോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. താങ്ക് യു. നിങ്ങളുടെ കറൻറ്റ് എനർജി ആയിട്ട് വരുന്ന കാർഡ് സൺ കാർഡാണ്. ബ്യൂട്ടിഫുൾ. അതായത് ഒരു ഹീലിംഗ് എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ പാസ്റ്റിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും നെഗറ്റീവ് എക്സ്പീരിയൻസുകളിൽ നിന്നും ഹീലായിട്ട് വരുന്ന ഒരു സമയമായിട്ടാണ് എനിക്കിത് കാണുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മെയിൻ തീം എന്ന് പറയുന്നത് ജസ്റ്റിസ്. വീണ്ടും ഒരു മേജർ അർക്കാന കാർഡ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നീതിയാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾക്കുള്ള എന്തൊക്കെയോ റിസൾട്ടുകൾ റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. എന്താണ് ഈ സമയം ലൈഫിൽ നിങ്ങൾ കാണാതെ പോകുന്നത്? നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് നോക്കാം. ഫുൾ കാർഡ് വീണ്ടും മേജർ അർക്കാന എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ ഒരു സംഗതിയല്ല. വളരെ ഡീപ്പായിട്ടുള്ള ചില മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷനുകൾ ലൈഫിൽ നടക്കുന്ന ഒരു ടൈമാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഫുൾ എനർജി പറയുന്നത് പുതിയ തുടക്കങ്ങൾ എന്നുള്ളതാണ്. ലൈഫിൽ ഈ ഹീലിങ്ങിന് ശേഷം നിങ്ങൾക്ക് പുതിയ ചില തുടക്കങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ന്യൂ ബിഗിനിങ്സ്. ഇതുവരെ നിങ്ങൾ കാണാതിരുന്ന ചില ജോലികളിലേക്കോ പുതിയ ഇൻട്രസ്റ്റുകളിലേക്കോ പുതിയ റിലേഷൻഷിപ്പുകളിലേക്കോ ഒക്കെ നിങ്ങൾ പോകാനുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻഡിക്കേഷനായിട്ടാണ് ഈ ഫുൾ കാർഡ് ഇവിടെ വന്നിട്ടുള്ളത്. സംതിങ് ഈസ് ബിഗിനിങ് ന്യൂ ഇൻ യുവർ ലൈഫ്. പുതിയതായിട്ട് എന്തോ സംഭവിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതം ഗതി മാറി ഒഴുകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. 4 ഓഫ് സോർഡ്സ്. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു ഹീലിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങളൊരു റെസ്റ്റിംഗ് എനർജിയിലാണ്. എന്തൊക്കെയോ ലൈഫിൽ ഇഷ്യൂസ്, പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് ചില ലെസൺസ് നിങ്ങൾ പഠിച്ചു, ചില പുതിയ തീരുമാനങ്ങൾ നിങ്ങളെടുത്തു. അതിനുശേഷം ലൈഫിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിന് മുൻപുള്ള റെസ്റ്റിംഗ് സ്റ്റേജിലാണ് നിങ്ങൾ. തിരിച്ച് ജീവിതത്തിലേക്ക് ശക്തമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നതിന് മുൻപുള്ള ഒരു റെസ്റ്റിംഗ് സ്റ്റേജ്. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് റിക്കവറായി വരാനുള്ള ഒരു സമയം നിങ്ങളെ തന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള അടിത്തറയായിട്ട് വർക്ക് ചെയ്യും ഈ റെസ്റ്റ് എന്നാണ് പറയുന്നത്. എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ. കാലത്തിന് മാത്രമേ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡിവൈൻ ടൈമിങ്ങിൽ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ലൈഫിലേക്ക് വരാനായിട്ട് റെഡിയാവുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾ ഈ ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് കഴിഞ്ഞ് ലൈഫിലേക്ക് പുതിയൊരു എനർജിയോടുകൂടി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് സമ്മാനിക്കാനായിട്ട് ഈ ഒരു വേദനയിലൂടെ കടന്നു പോയതിനും യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞ പാഠങ്ങൾ പഠിച്ചതിനും ഉള്ള റിവാർഡ്, ഒരു സമ്മാനമായിട്ട് ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പുതിയതായിട്ട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ സമയത്ത് എന്തെങ്കിലും ചലഞ്ചസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം. ഉണ്ടാവും. ചെറിയ രീതിയിലുള്ള ചില സ്ട്രഗിളുകൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലുള്ള ചില എന്താ പറയുക, എതിർപ്പുകൾ അല്ലെങ്കിൽ ചില നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവാം. ഒരു പഴയ പാറ്റേണുകളൊക്കെ തിരിച്ചു വന്നിട്ട് ചെറിയ എന്താ പറയുക കോൺഫ്ലിക്റ്റുകൾ, ചെറിയ കൺഫ്യൂഷനുകൾ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പല കാര്യങ്ങൾ ഒരേ സമയം ജഗ്ല് ചെയ്യുന്നത് അവസാനിപ്പിക്കുക. ഒരേ സമയം പല കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവന്ന് എല്ലാം കൂടെ ഇട്ടിട്ട് നിങ്ങളെ വീണ്ടും ആ പഴയ വേദനിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. നിങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സർജറിക്കൊക്കെ ശേഷം നമ്മൾ റിക്കവറായിട്ട് വരാൻ നമുക്ക് ഡോക്ടർ ഒരു സമയം പറയും അല്ലേ, ഒരു 3 months അല്ലെങ്കിൽ ഒരു 1 month നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയില്ലേ. അതുപോലെയുള്ളൊരവസ്ഥയാണ്. ഈ സമയത്ത് നിങ്ങൾ അമിതമായിട്ട് ഭാരങ്ങൾ വലിച്ചു വെക്കരുത്. കീപ്പ് യുവർ ലൈഫ് സിമ്പിൾ. ലൈഫ് സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുക. ഒരു മിനിമത്തിൽ ജീവിച്ചു പോവുക. ഇപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റോ ആഘോഷങ്ങളോ അഡിക്ഷനുകളോ ഒന്നും ഇല്ലാതെ ലൈഫിന് ഒരു റീസെറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് എടുക്കാവുന്ന ബെസ്റ്റ് ആക്ഷൻ, ഏറ്റവും നല്ല ആക്ഷൻ ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത് 6 ഓഫ് വാൻഡ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്
കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു, നേരത്തെ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കുറച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് ബാക്കി വെച്ചിരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വേദനകൾക്ക് ശേഷമാണ് നിങ്ങൾ ഹീൽ ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ വേദനകൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു വെച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ എടുത്ത് നോക്കാം. വാട്ട് എക്സാക്ട്ലി ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ഒരു മണി എനർജിയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഓക്കെ, എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് ഈ സമയത്ത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത് എന്ന് നോക്കാം. 2 ഓഫ് കപ്സ്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണക്ഷൻ്റെ കാർഡുകളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സോൾവ് ആക്കപ്പെടുകയാണ്. നിങ്ങൾ ടോക്സിസിറ്റി അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്ന ആളുകളാണെങ്കിൽ റിലേഷൻഷിപ്പിൽ അതൊക്കെ മാറി ഒന്നുകിൽ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതിനുശേഷം പുതിയ ചില കണക്ഷൻസ് വരുന്നു. അല്ലെങ്കിൽ ചില ലെസൺസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പഴയ ആൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്ന് പൂർവാധികം ശക്തിയോടുകൂടി ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നു എന്നുമാവാം. ഇത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ പോലെ ഇരിക്കും. ചിലർക്ക് പുതിയ ആളുകളാണ് വരുന്നത്, ചിലർക്ക് പഴയ ആൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരു വ്യക്തിയെയും ലൈഫിലേക്ക് ഫോഴ്സ് ചെയ്യരുത്. പുതിയ തുടക്കങ്ങൾ വരാനുള്ള സമയമാണ്. യൂണിവേഴ്സിനെ അതിൻ്റെ ഫുൾ കോഴ്സ് എടുക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കുക. ലൈഫിലേക്ക് ഒരു മനുഷ്യനെയും നിങ്ങൾ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ ഈ സമയത്ത് ശ്രമിക്കരുത്. കരിയറിൽ ഈ സമയത്ത് എന്താണ് വരുന്നത് നോക്കാം. നൈറ്റ് ഓഫ് വാണ്ട്സ്, നല്ല എനർജിയാണ്. നിങ്ങൾ ഈ ഒരു റെസ്റ്റിന് ശേഷം കരിയറിലേക്ക് നിങ്ങൾ വീണ്ടും പതുക്കെ നിങ്ങളുടെ ഫുൾ എനർജി കൊടുത്ത് വരുന്നു എന്നുള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഇമോഷണൽ എനർജിയിൽ എന്ത് ഒരു വ്യത്യാസമാണ് വരുന്നത് നോക്കാം. സ്ട്രെങ്ത്, സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ് പവേഴ്സ് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള മാനസികമായിട്ടുള്ള ശക്തി ലഭിച്ചു എന്നുള്ളതാണ് കാണുന്നത്. ഹീലിംഗ് എനർജിയാണല്ലോ, ഓൾറെഡി നിങ്ങൾ ഹീൽഡാണ്. ഹീലായി കഴിയുമ്പോൾ എപ്പോഴും എന്താണ്, നമ്മൾ സോഫ്റ്ററാകും, അതേസമയം തന്നെ സ്ട്രോങ്ങറാകും. അതെങ്ങനെയാണ് സംഭവിക്കുക? നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന നെഗറ്റിവിറ്റീസൊക്കെ ഉള്ളിൽ നിന്ന് പുറത്ത് പോയി കഴിയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സോഫ്റ്ററാകും. പക്ഷേ അത് നിങ്ങൾക്ക് വലിയൊരു ശക്തി നൽകും. നിങ്ങളെ മറ്റാർക്കും പെട്ടെന്ന് തകർക്കാനായിട്ട് സാധിക്കില്ല. നെഗറ്റിവിറ്റീസ് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ ട്രിഗർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അയാൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് പ്രതികരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഹേർട്ട് പീപ്പിൾ എന്നാണ് നമ്മൾ പറയുക. വേദനിച്ചിരിക്കുന്ന മനുഷ്യരെ ആണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുക. എപ്പോഴും ഒരാൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആൾ ഓൾറെഡി വേദനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റിവിറ്റീസൊക്കെ പോയി കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ട്രിഗറുകളൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. അവരെന്തെങ്കിലും പറയട്ടെ, എനിക്ക് എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവും ആ ഒരു കൺട്രോൾ, മാനസികമായിട്ടുള്ളൊരു നിയന്ത്രണം, നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്ത് നിയന്ത്രിക്കുന്നതല്ല ഞാൻ പറയുന്നത്. അവരുടെ പ്രവൃത്തികൾ നിങ്ങളെ ട്രിഗർ ചെയ്യിക്കില്ല ഇനി മുതൽ. ആ ഒരു മാനസികമായിട്ടുള്ള ശക്തിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ, ഐ എം സോ ഹാപ്പി ഫോർ യു. ഈ സമയത്ത് നിങ്ങൾക്കുള്ള ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് നോക്കാം. ക്വീൻ ഓഫ് കപ്സ്, വീണ്ടും നമുക്ക് നിങ്ങളുടെ ഇമോഷണൽ എനർജി എന്താ പറയുക, കാമായിട്ട് കീപ്പ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഇപ്പോൾ ഉള്ള ഒരു മനസ്സമാധാനം അത് കീപ്പ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും ലൈഫിൽ പുതിയ ചില പ്രതീക്ഷകളും ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്ത് ബ്ലെസ്സിങ്സ് ആണ്, ഓൾറെഡി നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനിയും എക്സ്ട്രാ ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ എന്ന് നോക്കാം. പേജ് ഓഫ് കപ്സ്, റിലേഷൻഷിപ്പുകളിലൊക്കെ ചില ബെറ്റർമെൻറ്റുകൾ വരുന്നുണ്ട്. എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പിണങ്ങി പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പഴയ നിങ്ങളുടെ ഹോബികൾ, പണ്ട് കാലത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും പൊടി തട്ടിയെടുത്ത് വീണ്ടും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു പഴയ കാലം നിങ്ങളെ എന്താ പറയുക, ഒരു അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. എവിടേക്കോ നിങ്ങൾ മറന്നു വെച്ച നിങ്ങളെ തന്നെ വീണ്ടും കണ്ടെത്താനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. പണ്ടത്തെ നിങ്ങളായിട്ട് മാറാനായിട്ട്, ആ ഒരു നിഷ്കളങ്കതയിലേക്ക് തിരിച്ചു പോകാനൊക്കെയുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു ഗൈഡൻസ്, നമ്മളിപ്പോൾ പറഞ്ഞ ഗൈഡൻസൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്കം എന്ന് നോക്കാം. 8 ഓഫ് കപ്സ്, നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആകും.
മൂവ് ഓൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ അക്കരെ നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ വെറുതെ എന്തൊക്കെയോ കാര്യങ്ങൾ പുറകിൽ ഉപേക്ഷിച്ച് ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോവുകയല്ല ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഫുൾ എനർജിയാണ്, പുതിയ തുടക്കങ്ങൾ. നിങ്ങൾ പുറകിൽ കുറേ കാര്യങ്ങൾ ഉപേക്ഷിച്ചു. നിങ്ങളുടെ വേദനകൾ, ചിലപ്പോൾ ചില ആളുകളെ നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരിക്കും, ചില സാഹചര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു പർപ്പസോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പുറത്ത് നിങ്ങളെ കാത്ത് എന്തൊക്കെയോ ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുള്ള ഒരു ധാരണ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഒരു വേദനയ്ക്ക് ശേഷം സംതിങ്, ഒരു സൂര്യോദയം കാണുന്നുണ്ടല്ലോ ഇവിടെ. നിങ്ങൾ ഈ പോകുന്ന വ്യക്തി, നിങ്ങൾ ചില കാര്യങ്ങൾ എന്തൊക്കെയോ ബാക്കിൽ എരിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ ഒരു സൂര്യോദയത്തിലേക്കാണ് നടന്നു പോകുന്നത്. സോ ബ്യൂട്ടിഫുൾ എനർജി. ഒരു ഫൈനൽ മെസ്സേജ് കൂടി നമുക്ക് എടുക്കാം. ഈ സമയത്ത് യൂണിവേഴ്സിന് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. 10 ഓഫ് കപ്സ്. ഫാമിലിയുടെ കൂട്ടത്തിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛനമ്മ, സഹോദരങ്ങൾ, മക്കൾ മാത്രമല്ല. നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഹോം ആയിട്ട് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ കുടുംബം എന്ന് കരുതുന്നത് എവിടെയും, അതായത് ചിലപ്പോൾ വർക്കിംഗ് പ്ലേസിലൊക്കെ ആയിരിക്കാം, ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലവും നമുക്ക് അതൊരു വീട് പോലെ തന്നെ ആയിരിക്കും അല്ലേ. എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്വന്തം എന്ന് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫ് നിങ്ങളെ വലിയൊരു, എന്താ പറയുക, വലിയൊരു ടാസ്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വരുന്നത് മനസ്സമാധാനവും സന്തോഷവും ഒരു ഹാപ്പിനെസ്സും ഒക്കെയാണ് ഈ സമയത്ത് ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്നുള്ളതാണ് കാണുന്നത്. ഒരു ഭയങ്കര ശാന്തമായ റീഡാണ് എനിക്കിവിടെ ഇന്ന് ഫീൽ ചെയ്തത്. ഇത് വായിക്കുമ്പോൾ, ഈ റീഡിങ് എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ ഉള്ളിലും ഒരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു 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 ഡിവൈൻ കാംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു റീഡിലെ ഓരോ കാർഡും എന്നോട് പറയുന്നത് ഒരു പുതിയ പ്രതീക്ഷ. അതായത് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ നമ്മളുടെ വേദനകൾ വലിയൊരു ലെസൺ നമുക്ക് കഴിഞ്ഞുപോയി. പുതിയ എന്തോ കാര്യത്തിലേക്ക് നമ്മൾ സമാധാനമായിട്ട് നടന്നു നീങ്ങുന്ന ആ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിലാണ് നമ്മളുള്ളത്. ഓക്കെ, ആ ഒരു ദൂരം, നിങ്ങളുടെ അടുത്ത പർപ്പസിലേക്കുള്ള ആ ഒരു ദൂരം സമാധാനമായിട്ട് നടന്ന് നീങ്ങുക, നടന്ന് തീർക്കുക. തീർച്ചയായിട്ടും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. സന്തോഷവും സമാധാനവുമുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ. നമ്മുടെ ഫൈനൽ മെസ്സേജായിട്ട് വന്നിട്ടുള്ള 10 ഓഫ് കപ്സ്, ഇതൊരു ഫാമിലി എനർജിയാണ്. നിങ്ങൾക്ക് ഫാമിലി എന്ന് ടൈപ്പ് ചെയ്യാം, FAMILY. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.